എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ വിഭവമാണ് കേട്ടോ. തേങ്ങ ചേർത്ത ഒരു ചിക്കൻ ഫ്രൈ. ഇതിന് വേണ്ടത് ചിക്കൻ, തക്കാളി, 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 തക്കാളി, ഒരു 3 വലിയ സവാള, 2 പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ചിരകിയ തേങ്ങ, മല്ലിച്ചപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി അതിനുശേഷം സവാള, പച്ചമുളകും ചേർത്ത് കൊടുക്കുക. സവാളയും പച്ചമുളകും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ എല്ലാവർക്കും അറിയായിരിക്കും, ഉപ്പ് ചേർത്താൽ അത് പെട്ടെന്ന് വാടിക്കിട്ടും. അതിനാണ് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വേറെ നമ്മൾ ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പെരുജീരകം പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ചിലർക്കൊന്നും അത് പിടിക്കില്ല, അതുകൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. വേണമെങ്കിൽ കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി ഉടഞ്ഞ് കിട്ടും. നന്നായി ഉടച്ച് ചേർത്ത് അതിനുശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കുന്ന വിധത്തിൽ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ചൂടുകാലമാണ്, ചിക്കൻ നല്ലതല്ല എപ്പോഴും കഴിക്കുന്നത്, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധത്തിൽ ഇത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഒരു പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതാണ്, അതൊന്നും ചെയ്യേണ്ട, അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ചിക്കൻ കഴിക്കുമ്പോൾ. ചിക്കനാണെങ്കിലും അതിൻ്റെ ഗ്രേവിക്കാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും തേങ്ങ കിട്ടുന്ന വിധത്തിൽ അങ്ങനെ യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. താങ്ക് യു.